ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? പിന്നെ ഇന്നത്തെ ദിവസം ഭയങ്കര പ്രത്യേകതയുള്ള ദിവസമാണ്. വേറെ ഒന്നല്ല, എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേയുടെ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ മോന് 3-ാമത്തെ വയസ്സ് പൂർത്തിയായി, മാഷാ അല്ലാ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇതാ മഴയൊക്കെ ഉണ്ട്. അവനിതാ എണീറ്റിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോന്നും വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. മഴ ഇങ്ങനെ ചെറുതായിട്ട് പെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ അപ്പച്ചിയുടെ ആണ് പല്ലേപ്പിക്കലും കൂലിയൊക്കെ അപ്പച്ചിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ബാക്കി പണികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ രാവിലെ തന്നെ വേഗം കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കൊടുത്തു. അവന് ഡ്രസ്സൊക്കെ ഇടിച്ചു കൊടുത്തിട്ടോ. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയ ഡ്രസ്സാണ് കേട്ടോ. ചെറുതിന് ഇങ്ങനത്തെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പെരുന്നാളിൻ്റെ സമയത്ത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഇവനും ഇതേപോലെ തന്നെ ഞാൻ ഓർഡർ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ വേറെ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല, സിമ്പിളായിട്ടുള്ളൊരു പരിപാടി. അപ്പോൾ പിന്നെ ഈ ഒരു ഡ്രസ്സ് ഞാൻ ഓർഡർ ആക്കിയത് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ മിഠായിയും കൊണ്ട് താത്തൻ്റെ അവിടെ കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ കടയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ മിഠായി എടുത്തോ എന്ന് പറഞ്ഞപ്പോൾ 2 മിഠായി അങ്ങനെ എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഇതാ ഉമ്മാക്ക് മിഠായി കൊടുക്കുന്നുണ്ട്. അങ്ങനെ മിഠായിയൊക്കെ എടുത്തിട്ട് അവർ താഴത്തേക്ക് പോവാണ് കേട്ടോ. അംഗനവാടിക്ക് പോയിട്ട് മിഠായി കൊടുത്തിട്ട് വരാൻ പറഞ്ഞിട്ട് നിന്നപ്പോൾ അവന് വാശിയും പിടിച്ചിട്ട് ഇപ്പച്ചിയുടെ കടയിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കരയിപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ട് താഴത്തേക്ക് ഒന്ന് പോയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ റെഡിയാക്കി വിട്ടതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിതാ വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഡെക്കറേഷൻ്റെ ഇതൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവന് ഈ സ്പൈഡർമാൻ്റെ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് സ്പൈഡർമാൻ്റെ. അപ്പോൾ എല്ലാം അത് മതി വേണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു കോംബോ ആണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് കേക്കൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് നമ്മൾ അംഗനവാടിക്ക് മിഠായി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. പിള്ളേർക്കുള്ള മിഠായിയൊക്കെ വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് കവറിലിടാൻ നിൽക്കുമ്പോഴേക്കും അവനതെടുത്ത് കഴിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് അംഗനവാടിക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അംഗനവാടി വന്നപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. കരച്ചിലെന്ന് വെച്ചാൽ ഭയങ്കര കരച്ചിൽ. കാരണം അവിടെ ഇരുത്തിയിട്ട് പോകുമെന്ന് വിചാരിച്ചിട്ട് മിഠായി കൊടുക്കാൻ വേണ്ടിയിട്ട് കേൾക്കണേ ഇല്ല. എൻ്റെ മടിയിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഇറങ്ങുന്നേ ഇല്ല കേട്ടോ. പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കരയാണ് കേട്ടോ. അപ്പോൾ പിള്ളേർ കുറവാണ്. അംഗനവാടി വരുന്ന ആ സമയത്തിനായിട്ട് നല്ലൊരു മഴ പെയ്തത്. അപ്പോൾ അത് കാരണം പിള്ളേരൊക്കെ കുറച്ചേ വന്നിട്ടുള്ളൂ. അപ്പോൾ അവനോട് ഞാൻ ഒരുവിധമൊക്കെ പറഞ്ഞതാക്കിയിട്ട്, അപ്പോൾ എന്നാലും ഉമ്മച്ചി വാവണ്ടിനെയും പിന്നാലെ പിടിച്ചു കൊണ്ടുപോയിട്ടാണ് കേട്ടോ മിഠായി കൊടുക്കുന്നത്. അപ്പോൾ കൊടുത്തിട്ടാണ് ഇവിടെ നിന്ന് ഓടണം വെച്ചിട്ടേ വേഗം കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കൊടുക്ക് 2 എണ്ണം കൊടുക്കുന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷെ അതിനൊന്നും മൂപ്പരാൾക്ക് ഉള്ള സാവകാശം ഉണ്ടായിട്ടില്ല. ഓരോന്ന് കൊടുത്തിട്ട് ഓടുകയാണ് കേട്ടോ ചെയ്യണത്. നമുക്ക് നടോ കൊടുത്തിട്ട് അവിടെ കിട്ടിയോ ഇല്ലയെന്നൊന്നും അറിയണ്ട, അങ്ങോട്ട് എത്തിച്ചിട്ട് ഓടുക കേട്ടോ. ടീച്ചർമാർ കൊടുക്കുക പറഞ്ഞിട്ട് ഇല്ല പറഞ്ഞിട്ട് പിന്നെ അതവിടെ വെച്ചിട്ട് ഞാനെങ്ങാനും വെച്ചിട്ട് നിർത്തി. അങ്ങനെയുള്ള മിക്കവാറും ഉണ്ടാവാറ്, അവിടെ ആക്കിയിട്ട് പോവാറ്. അപ്പം അങ്ങനെ പോവാമോ എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ. കാരണം ഇപ്പോൾ ഉപ്പച്ചി ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അതിൽ പിന്നെ കുറേ ദിവസമായി വന്നിട്ട് പനിയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ കുറേ ദിവസമായി വന്നിട്ട് അപ്പോൾ ആ ഒരു മടി എല്ലാം കൂടെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ടീച്ചർക്ക് കൊടുക്കുക പറഞ്ഞപ്പോൾ കൊടുക്കാൻ വേണ്ടി പോയിട്ട് വീണ്ടും എൻ്റെ അടുത്ത് ഓടി വരികയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കൊടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇതാ എനിക്ക് കളിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തതാണ് കേട്ടോ ഈ സംഭവം. ഇപ്പം എവിടെ ഇട്ട് കൊടുത്താലും അതിൻ്റെ അടുത്തേക്ക് നീങ്ങി ഓടി ചാടി പഠിച്ച് വരും കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര എന്ത് കണ്ടാലും അവനത് കിട്ടാനുള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രായമാണല്ലോ. അപ്പോൾ അതേപോലെ ഇങ്ങനെ നിരങ്ങി വരും കേട്ടോ ആള്. അപ്പോൾ ഇതായിക്ക് അവിടെ കുറച്ചൊക്കെ ഇങ്ങനെ കുറേ ബലൂൺ ഉണ്ടായിരുന്നു കേട്ടോ. ശിക്ക ഇത്രയും മതിയോ വേണ്ട അത്ര ബലൂണാണ് വീർപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ അധികം ആരെയും വിളിച്ചിട്ടും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ മഴയെ കാരണം ഇക്കാൻ്റെ വീട്ടിൽ നിന്നൊന്നും വരാൻ പറ്റിയിട്ടില്ല. ഉമ്മാക്കും ഉപ്പാക്കൊന്നും. അപ്പോൾ അവിടെ നിന്നൊന്നും ആരുമില്ല. പിന്നെ ഇക്കാൻ്റെ ഫ്രണ്ട്സ് അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളും മാത്രമേ ഉള്ളൂ. പിന്നെ മൗലൂദ് അങ്ങനെ ചെറിയൊരു പരിപാടി തന്നെയാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എനിക്ക് അവനെ കാണുമ്പോൾ എന്താ പറയുക, നമ്മളിപ്പോഴും ജനിച്ചിട്ട് കയ്യിൽ കിട്ടിയ ഒരു ഫീലിംഗാണ് കേട്ടോ. ഇപ്പോഴും എന്താ പെട്ടെന്ന് വളർന്നു എന്നൊന്നും ഒരു ഇതാവുന്നില്ല. അവന് ഓരോ കൊല്ലം കഴിയുന്നവരും അവന് വളരുമ്പോഴും നമുക്ക് എന്താ പറയുക, എപ്പോഴും ആ ഒരു ചെറുപ്പത്തിൽ ആ നമ്മുടെ കയ്യിൽ തരുന്ന ഒരു ഇതിലാണ് കേട്ടോ എപ്പോഴും തോന്നുന്നത്. എത്ര പെട്ടെന്ന് വളർന്നത് എന്നൊന്നും മനസ്സിലാവാത്തൊരു ഇതായിപ്പോയി. അങ്ങനെ
പിന്നെ ഉസ്താദൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മൗലൂദ് ഓതാണ് കേട്ടോ ഉച്ചയ്ക്ക് തന്നെയാണ് എല്ലാതും ഒറ്റയടിക്ക് അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ മൗലൂദ് ഓതിയും കൊണ്ടിരിക്കണു. കുട്ടികളും പിള്ളേരെല്ലാവരും എത്തിയിട്ടുണ്ട്. പിന്നെ ബിരിയാണി നമ്മൾ തലശ്ശേരി ദം ബിരിയാണിയാണ് കേട്ടോ. അത് ഓർഡർ ആക്കുക ചെയ്തത്. വയ്ക്കാനുള്ള ഇതുണ്ടായിരുന്നില്ല, ഓർഡർ ആക്കാമെന്ന് പറഞ്ഞു കേട്ടോ. കാരണം മക്കളെയും കൊണ്ട് മഴയും ഇതൊക്കെ അല്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ ഓർഡർ ആക്കിയപ്പോൾ അതിക്കാൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട് കേട്ടോ. അവർ അപ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും വണ്ടി അവിടെ നിർത്തിയിട്ട് ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവിടെ മൗലൂദൊക്കെ പങ്കെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്താ പറയുക, മൗലൂദൊക്കെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്. അങ്ങനെ ഉസ്താദിന് ഭക്ഷണം കൊടുത്തു. ഉസ്താദ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അവന് അപ്പോഴേക്കും വാശി പിടിക്കാൻ തുടങ്ങിയിരിക്കണു. കേക്ക് വേണം വേണ്ട. നമ്മൾ സ്പൈഡർമാൻ്റെ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുക്കണം. എല്ലാം നമ്മൾ ഓർഡർ ആക്കിയത് തന്നെയാണ് കേട്ടോ. ഡ്രസ്സും ഇതൊക്കെ ഓൺലൈനിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. പിന്നെ കേക്ക് നമ്മളിവിടെ എപ്പോഴും ഓർഡർ ആക്കുന്ന കേക്കിൻ്റെ ഷോപ്പുണ്ട്, അവിടെ നിന്നാട്ടോ വാങ്ങിയത്, നമ്മൾ കുരിനാട്. അപ്പോൾ നമ്മളവിടെ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഏത് മോഡൽ വേണമെങ്കിലും അവർ ഉണ്ടാക്കി തരും കേട്ടോ നമുക്ക്. അങ്ങനെ അവന് സ്പൈഡർമാൻ്റെ ഇത് മതി പറഞ്ഞിട്ട് അങ്ങനെ സ്പൈഡർമാൻ്റെ കോംബോ ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുള്ളത്. 1 kgയുടെയാണ് കേട്ടോ, നമ്മൾ മാത്രമാണല്ലോ ഉള്ളൂ. അപ്പോൾ അത് കാരണം 1 kgയുടെ കേക്കാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും എത്തിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇങ്ങോട്ട് എത്തിച്ചു തരും. പക്ഷേ ഇക്കാക്ക് കൂറ്റനാട് പോകാനുള്ള കാരണം കൊണ്ട് പിന്നെ ഇക്ക അവിടെ പോയിട്ട് വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് മോളത് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനവിടെ തുറക്ക് കേക്ക് താ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവന് ആദ്യമൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല കേക്ക്, പക്ഷെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കടയിലൊക്കെ പോവുകയാണെങ്കിലും കേക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് 1 പീസൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ വാങ്ങിക്കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇതാണ് കേട്ടോ കേക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് കണ്ടപ്പോൾ. അത് നമ്മൾ പറഞ്ഞ അതേ മോഡലിൽ തന്നെ അവർ കറക്റ്റ് ഉണ്ടാക്കി നല്ല അടിപൊളിയാക്കിയിട്ട് തന്നെ തന്നിട്ടുണ്ട് കേട്ടോ. 1 kgയാണ് വരുന്നത്. പിന്നെ അവന് പേരും ഇതൊക്കെ എഴുതി എല്ലാം സെറ്റാക്കി, പിന്നെ അതിന് മുകളിൽ വെക്കാനുള്ള സ്പൈഡർമാനും ഒക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ ആക്കിയിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ കേക്കൊക്കെ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ കേക്ക് കട്ട് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അവനൊട്ടും സമ്മതിക്കുന്നില്ല കേട്ടോ. കേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് മുതൽ തുടങ്ങിയതാണ് കേക്ക് താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇവനിക്ക് ഈ ഡ്രസ്സ് മാറിയപ്പോൾ മറ്റേ ഡ്രസ്സ് ഇട്ട് കൊടുത്തു കേട്ടോ. അവൻ്റെ ഡ്രസ്സ് ഇട്ട് കൊടുത്തു. രണ്ടാൾക്കും ഒരുപോലെ എടുത്തതാണ്. പക്ഷെ ഇവന് എന്തായാലും ഇത് വാങ്ങിയപ്പോൾ ഇത് വേണം പറഞ്ഞപ്പോൾ അങ്ങനെ ഇതിട്ട് കൊടുത്തതാണ് കേട്ടോ, കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിത് ആ കേക്ക് കട്ട് ചെയ്യണം. അപ്പോൾ മറ്റവന് എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളൊരു ആകാംക്ഷയിൽ ഇങ്ങനെ ഭയങ്കര നോട്ടവും ഇതൊക്കെയാണ് കേട്ടോ. അന്തം വിട്ടുള്ള നോട്ടാണ് കേട്ടോ നോക്കുന്നത്. അങ്ങനെ ബാക്കിൽ ബലൂണൊക്കെ പിടിച്ചേൽക്കാൻ പറ്റുമെന്നും ഒക്കെ നോക്കിയിട്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഞാൻ ഡ്രസ്സൊന്നും മാറില്ല കേട്ടോ. നെയ്റ്റൊക്കെ ഇട്ടിട്ട് തന്നെ അങ്ങോട്ട് ഇതാക്കി. കാരണം വേറെ ആരും ഇല്ലല്ലോ, നമ്മൾ തന്നെ അല്ലേ ഉള്ളൂ. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് നമുക്ക് നല്ല പരിചയമുള്ള നമ്മുടെ സ്വന്തം ആങ്ങളമാരെ പോലെ തന്നെയാണ്. അപ്പോൾ പിന്നെ സീനൊന്നുമില്ല. അപ്പോൾ അങ്ങനെ തന്നെ നിന്നു. പിന്നെ എന്താ പറയുക, അവന് ചെറുതിനും കേക്ക് ലേശം കൊടുത്തിട്ടോ. അവന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്ക് കൊടുത്തപ്പോൾ. അങ്ങനെ പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനും ഭക്ഷണം എടുത്ത് വയ്ക്കാനും ഇതിനൊക്കെ നിന്നും ചെറുതിനെയും കൊണ്ട് ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവരൊക്കെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അവർ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കായിരുന്നു. അപ്പോൾ ബിരിയാണി അടിപൊളിയായിരുന്നു കേട്ടോ, ഒന്നും കുറ്റം പറയാനൊന്നുമില്ല. നല്ല സൂപ്പർ ബിരിയാണി തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് പിന്നെ എന്താ പറയുക, പിള്ളേർക്കും നമ്മളെല്ലാവരും കൂടെ പിന്നെ ബാക്കി ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ച് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ അവരൊക്കെ പോയിട്ടോ. പിന്നെ അവർ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ താത്താൻ്റെ മോൾ അതൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് ഇതൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനവിടെ വന്നിട്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ എന്താ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡ്രസ്സാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അവർ വരുമ്പോൾ 2 ജോഡി ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ല അടിപൊളി ഡ്രസ്സായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. പിന്നെ താത്ത എടുത്തിട്ടുണ്ടായിരുന്നു ഡ്രസ്സ്. അങ്ങനെ നമ്മൾ പിന്നെ അധികം ആരോടും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ, നമ്മൾ തന്നെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഞങ്ങളായിട്ട് വലിയ ഗിഫ്റ്റൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ ഡ്രസ്സും ഇതൊക്കെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ വേറെ ഇപ്പോൾ നമ്മളൊന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഡ്രസ്സ് കണ്ടതാവും പിടിച്ച് വലിച്ച് ഇതാക്കാനുണ്ട്. അപ്പോൾ ഇതാണ് 1 ജോഡി ഡ്രസ്സ്. ഇത് നല്ല അടിപൊളി ഡ്രസ്സായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു
ഇതാ ഷർട്ടും ട്രൗസറും ഇട്ടോ, അവനത് കണ്ടതും വലിച്ചെടുത്തിട്ട് കളിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാണ് താത്ത വാങ്ങിയത് കേട്ടോ. അത് താത്താൻ്റെ മോള് പോയിട്ട് വാങ്ങിയതാണ്. അത് കാരണം താത്താക്ക് കളറൊന്നും ഇഷ്ടമായിട്ടില്ല, വേണമെങ്കിൽ മാറ്റിക്കോ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ എന്തായാലും മാറ്റാൻ നിന്നില്ല. അതൊക്കെ ഇപ്പോൾ അവനിക്ക് ഇട്ട് കൊടുക്കാൻ അംഗൻവാടിക്ക് പോകുമ്പോഴൊക്കെ ഇടാനൊക്കെ അടിപൊളിയാണല്ലോ. അപ്പോൾ പിന്നെ മാറ്റാൻ നിന്നില്ല കേട്ടോ. പിന്നെ ഇതാ വൈകുന്നേരത്ത് ഇപ്പച്ചിയുടെയും മക്കളുടെയും പരിപാടിയൊക്കെയാണ് കേട്ടോ. പിന്നെ ഞങ്ങളതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസ് ആയിട്ട് അറിയിക്കും കൂടി ചെയ്യാം കേട്ടോ. ഉപ്പച്ചി മക്കളും ഇതാ നല്ല കളിയിലാണ്, ബലൂണൊക്കെ വീർപ്പിച്ചിട്ടുള്ള കളിയിലാണ്. പിന്നെ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ എല്ലാവരും പോയി, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.